പൊന്നുരുക്കി പണിതൊരുക്കിയ സുവർണകാലം, സൂക്ഷ്മ ഭംഗിയാർന്ന സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചിരുന്ന ആ സുവർണകാലം ഇന്ന് അതൊരു വർണ്ണക്കിനാവ് മാത്രമാണ് പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർക്ക്. മൺചട്ടിയിൽ ഉമിനിറച്ച നെരിപ്പോടിൽ ചിരട്ടക്കനൽ ജ്വലിപ്പിച്ച് മുളങ്കുഴൽ കൊണ്ട് ഊതി പൊന്നുരുക്കും. പിന്നെ അത് അടിച്ചുപരത്തി നേർമയുറ്റ സ്വർണ്ണനൂൽ കമ്പിയാക്കും. ഇതുകൊണ്ടാണ് ആഭരണമുണ്ടാക്കുന്നത്. കുന്നിക്കുരുവും പൊൻകാരവും ഓട്ടുകഷ്ണത്തിന്റെ ചാലിലിട്ട് ചേർത്തരച്ച് സ്വർണ്ണക്കമ്പികളും പൊള്ളകളും അരിമ്പുകളുമൊക്കെ വിളക്കി ചേർക്കും. അങ്ങനെയായിരുന്നു അക്കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ പണിഞ്ഞിരുന്നത്. പൊൻചിറ്റ്, കുമ്മറ്, കൊരലാരം, ചങ്കേലസ്, കാതില, മണിക്കാതില, ചക്രമാല തുടങ്ങി പലതരം ആഭരണങ്ങൾ, നാഗപണത്താലി, പൂത്താലി, ഇളക്കത്താലി തുടങ്ങി പലതരം താലികൾ മാത്രമല്ല മറ്റ് സവിശേഷമായ ഒട്ടേറെ ആഭരണങ്ങൾ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാർ നിർമ്മിച്ചിരുന്നു. വലിയ വെള്ളിയരഞ്ഞാണങ്ങളായിരുന്നു സാധാരണമായിരുന്ന മറ്റൊന്ന്. വിശ്വകർമ്മ ജയന്തിയും പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയും ആഘോഷിക്കുമ്പോൾ ആഭരണ നിർമ്മാണത്തിന്റെ ആ നാട്ടുമികവിനെ കുറിച്ചുള്ള സുവർണ സ്മരണകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ളത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ആഭരണ നിർമ്മാണം നടത്തിയിരുന്നത് തട്ടാന്മാർ എന്നറിയപ്പെടുന്ന വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. തറവാടുകളിൽ കാരണവന്മാർ സ്വർണം വാങ്ങി തട്ടാന്മാരെ ഏൽപ്പിക്കും. തറവാട്ടിൽ ചെന്ന് അവിടെ തന്നെ താമസിച്ച് ആഴ്ചകളോളം എടുത്താണ് മുൻകാലങ്ങളിൽ അതീവ ഭംഗിയുള്ള ആഭരണങ്ങൾ പണിതൊരുക്കിയിരുന്നത്. കുന്നിക്കുരു കൊണ്ട് തൂക്കി സ്വർണമെടുത്ത് സൂക്ഷ്മ ഭംഗിയോടെ പണിതൊരുക്കുന്ന ആ വൈദഗ്ധ്യമുള്ള സ്വർണ്ണപ്പണിക്കാർ ഇന്നും അവിടെ ബാക്കിയുണ്ട്. എന്നാൽ ആഭരണ നിർമ്മാണത്തിൽ ഏതാണ്ട് സമ്പൂർണമായി യന്ത്രവൽക്കരണം വന്നതോടെ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർ ആഭരണ നിർമ്മാണ വിപണന മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പോലുള്ള പദ്ധതികളുടെ ഭാഗമായി പരമ്പരാഗത ആഭരണ നിർമ്മാണ വിദഗ്ധർക്ക് പുതിയ അവസരങ്ങൾ തുറക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.